കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിൽ ഒരു രുചിയുടെ ലോകത്തേക്കൊരു സഞ്ചാരമാകാം എന്ന് കരുതുന്നു. കാരണം നമ്മൾ വ്യത്യസ്ത മേഖലകളിലൂടെയാണ് നമ്മുടെ സഞ്ചാരം. നിങ്ങൾക്കറിയാം, IPS-കാരും IAS-കാരും രാഷ്ട്രീയ നേതാക്കളും ഹൃദ്രോഗ വിദഗ്ധനും ന്യൂറോ സർജനും ഉൾപ്പെടെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലൂടെ പ്രഗത്ഭരായ മനുഷ്യരിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഈ എപ്പിസോഡിൽ നമ്മൾ കടന്നു പോകുന്നത് രുചിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ അമരക്കാനിലൂടെയാണ്. 6 പതിറ്റാണ്ട് മുമ്പ് കണ്ണൂരിൽ രുചി വിളമ്പാൻ തുടങ്ങിയ കൂൾലാൻഡ് എന്ന സ്ഥാപനത്തിൻ്റെ അമരക്കാരൻ VP അബ്ദുൽ ഖാദർ. നമുക്ക് രുചിയെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ ഒരു പര്യായമാണ് രുചി. ഏറ്റവും ഇഷ്ടമുള്ളവർക്ക് നമ്മൾ ഏറ്റവും നല്ല വിഭവങ്ങളാണ് വിളമ്പുക. അത് ആസ്വദിച്ച് മനുഷ്യർ കഴിക്കുന്നത് കാണുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. സ്നേഹത്തിൻ്റെ പ്രതീകമാണ് രുചി അല്ലെങ്കിൽ ഭക്ഷണം. കണ്ണൂരുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം വിളമ്പി 6 പതിറ്റാണ്ട് പിന്നിടുന്ന കൂൾലാൻഡും അതിൻ്റെ പുതിയ രൂപമായ MVK റെസ്റ്റോറൻറ്റ് ശൃംഖലകളുടെയും അമരക്കാരൻ അബ്ദുൽ ഖാദറിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. എങ്ങനെയാണ്? നമുക്കറിയാം, 60 വർഷം മുമ്പ് തുടങ്ങിയ പല സ്ഥാപനങ്ങളും കോലം മാറാറുണ്ട്, പലപ്പോഴും നിർത്തിപ്പോകാറുണ്ട്, അല്ലെങ്കിൽ പുതിയ വ്യാപാര അല്ലെങ്കിൽ വ്യവസായ മേഖലകളിലേക്ക് അവർ സഞ്ചരിക്കാറുണ്ട്. എന്നാൽ രുചി വിളമ്പാൻ തന്നെ തീരുമാനിച്ച് കണ്ണൂരുകാരുടെ ഹൃദയം കീഴടക്കിയ കൂൾലാൻഡ് MVK എന്ന സ്ഥാപനത്തിലൂടെയും അതിനെ നയിക്കുന്നവരിലൂടെയും നമുക്കൊന്ന് കണ്ണോടിക്കാം. പ്രിയ പ്രേക്ഷകർക്കും ഒപ്പം അബ്ദുൽ ഖാദറിനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ? സുഖാണ്. താങ്കൾ എവിടെയാ? നമ്മൾ ഒരാളെ അറിയുമ്പോൾ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഏതാണെന്ന് ആദ്യം അന്വേഷിക്കുക. ശരിക്കും ജനിച്ചത് എവിടെയാണ്? ജനിച്ചത് പൂക്കോം, പാനൂരിൻ്റെ അടുത്ത് 5 കിലോമീറ്റർ. പൂക്കോം ശരിക്കും ജനനം പൂക്കോട്ട്. മാതാപിതാക്കൾ അമ്മ പൂക്കോക്കാരിയും ഉപ്പ പിന്നെ സ്ഥലത്തിന്റെ പേര് മറന്നു പോകുന്നു. ഉമ്മാന്റെ പേരെന്താണ്? ഉമ്മാന്റെ പേര് നഫീസ. ഉപ്പ കുഞ്ഞിപ്പക്കി. എത്ര മക്കളാണ് നിങ്ങൾ? ഞങ്ങള് മൊത്തം 12 പേരാണ്. 12 മക്കൾ. സമ്പന്നമായ കുടുംബമാണ്. ദൈവം കനിഞ്ഞനുഗ്രഹിച്ചിട്ടുണ്ട്. എത്ര ആണ്, എത്ര പെണ്ണ്? 8 ആണും 4 പെണ്ണും. നിങ്ങൾ എത്രാമത്തെ ആളാണ്? ഞാൻ രണ്ടാമത്തെ ആളാണ്. 12 പേരിൽ രണ്ടാമൻ. ഉപ്പാക്ക് എന്തായിരുന്നു ജോലി? ഉപ്പ ജോലി ഫസ്റ്റിൽ ആദ്യം ഈ പലചരക്ക് കച്ചവടമായിരുന്നു. എവിടെയായിരുന്നു അത്? മാഹി തന്നെ. മാഹിക്കാരനാണോ? മാഹിക്കാരനാണ്. പക്ഷെ അല്ല, പെരിങ്ങാടിയാണോ? അങ്ങനെ ഞാനതിങ്ങനെ ആലോചിക്കുന്നത്. ഉപ്പാന്റെ ജന്മസ്ഥലം ഞാൻ പറഞ്ഞു തരുന്നത് പിന്നീട് പറഞ്ഞാൽ മതി. ഓർമ്മകൾ ചെറുങ്ങനെ വിട്ടുപോകും, നമുക്കത് കൂട്ടിച്ചേർക്കാം, കുഴപ്പമില്ല. ഇത് ഇതിന് ശേഷം ഉപ്പാന്റെ ഉപ്പ അവിടെ നിന്ന് മാറി മാഹിയിൽ ചെറുകല്ലായി എന്ന സ്ഥലത്ത്, ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലമാണ് ചെറുകല്ലായി. രക്തസാക്ഷികളുടെ അവിടത്തേക്ക് മാറി താമസിച്ചു. അങ്ങനെ ഉപ്പ അനാദി കച്ചവടമാണ്. പലചരക്ക്. പിന്നെ ഉപ്പാന്റെ ഉപ്പ ഒരു കർഷകനാണ്. ശരിക്ക് വളപ്പിൽ തന്നെ ചെറുകല്ലായി തന്നെയാണോ? ചെറുകല്ല. അവർ ശരിക്കും അവരുടെ സ്ഥലം പൊന്നം. ഉപ്പാന്റെ ഉപ്പ പൊന്നത്തുകാരൻ. പൊന്നം നായനാർ റോഡ് കതിരൂർ ആ ഭാഗം. കൃഷിക്കാരായിരുന്നു. അവർ കൃഷിക്കാരാണ്. നിങ്ങളുടെ ഉപ്പ പലചരക്ക് വ്യാപാര രംഗത്തേക്ക് വന്നു. ഉമ്മാനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് പിന്നീട് താമസം മാറ്റി ഇവിടെ പലചരക്ക് കടയായിട്ട്. എത്ര കാലം ഉണ്ടായിരുന്നു ഉപ്പാക്ക് പലചരക്ക് കട? എനിക്ക് തോന്നുന്നു 4-5 വർഷത്തോളം ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ ജനിക്കുന്നതിന് മുമ്പാണല്ലോ. അപ്പം എനിക്കത്ര ശരിക്കും. അത് കഴിഞ്ഞ് ഉപ്പ ഏത് മേഖലയിലേക്കാണ് മാറിയത്? പിന്നെ ഉപ്പൻ്റെ സ്നേഹിതന്മാര് ഹോട്ടൽ മേഖലയിലേക്ക് പിടിച്ചു വലിച്ചു കയറ്റി കൊണ്ടുപോയത്. ആരൊക്കെയായിരുന്നു സ്നേഹിതന്മാർ? സൂപ്പിക്ക, PP സൂപ്പി. അദ്ദേഹം എവിടുത്തുകാരനാ? ശരിക്കും മാഹിക്കാരൻ തന്നെയാണ്.
പക്ഷേ അവരെ എല്ലാ കാര്യങ്ങളും കോട്ടയത്താണ്. മക്കൾ വളർന്നതും കോട്ടയത്താണ്. പിന്നെ കാതറാജി കാതറാജി എവിടുത്തുകാരനായിരുന്നു? വായിക്കാരൻ തന്നെ, ചാലക്കരക്കാരൻ. സൂപ്പി, ഖാദർ, പിന്നെ നിങ്ങളുടെ ഉപ്പാന്റെ പേര് കുഞ്ഞിപ്പക്കി. ഈ 3 പേരുമായിരുന്നു പങ്കാളി. അവർ ആദ്യ ഹോട്ടൽ തുടങ്ങിയത് എവിടെയാ? ഹോട്ടൽ പാരീസ്. എവിടെയാണത്? TV റോഡിൽ. എവിടെ? KSRTC ബസ് സ്റ്റാൻഡിൽ. തലശ്ശേരിയാണോ? അല്ലല്ല, കോട്ടയം. കോട്ടയത്ത്. കോട്ടയത്താണ് ഇതിന്റെ തുടക്കം. പാരീസ് ഹോട്ടൽ TV റോഡിൽ. അല്ല, ഉപ്പാന്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാക്ക് യാതൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ഈ ഹോട്ടൽ ബിസിനസ്സിലേക്ക് വരാൻ വേണ്ടി. താല്പര്യം നിർബന്ധ പ്രകാരമാണ് ഉപ്പ കോട്ടയത്ത് പോയി ഹോട്ടൽ തുടങ്ങുന്നത്. എത്ര കാലം അവിടെ ഹോട്ടൽ നടത്തിയിട്ടുണ്ടാവും? ഏകദേശം എനിക്ക് തോന്നുന്നു 45-46 മുതൽ. പിന്നെ സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഉപ്പ ഹോട്ടൽ വ്യാപാര രംഗത്തുണ്ട്. അപ്പൊ താങ്കള് ജനിക്കുന്നത് പൊഞ്ഞത്താണ്? അല്ല, പൂക്കോത്ത്. അതിന്റെ പഠനം എവിടെയായിരുന്നു? പഠനം ഞാൻ കുറച്ച് വികൃതി ഉള്ള ആളാണ്. അതുകൊണ്ട് എന്നെ ചെറിയ ക്ലാസ്സുകളൊന്നും പറഞ്ഞേക്കാൻ കഴിഞ്ഞിട്ട് ഉപ്പാക്ക് എന്നെ കോട്ടയത്ത് കൊണ്ടുപോയി. എന്തൊക്കെയായിരുന്നു വികൃതികൾ? ചെറുപ്പകാലത്തെ വികൃതി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. എന്തായിരുന്നു പ്രധാന വികൃതികൾ? ഞാൻ ചില സമയം അതിന്റെ മേലെ ഇതിന്റെ മേലിലേക്ക് ഒറ്റത്തുള്ളൂ. ഹൈറ്റൊന്നും നോക്കൂല. പരിക്ക് പറ്റാറുണ്ടോ? ഇല്ല, പരിക്കൊന്നും അങ്ങനെ ഇല്ല. ഒരു കുരങ്ങൻ സൈസാണ്. അപ്പൊ ഉപ്പ ഇങ്ങനെ കൂടെ തന്നെ കൊണ്ടു നടക്കും. അയക്കാൻ ധൈര്യമില്ല. അടിപിടി കുഴപ്പക്കാരനായിട്ട് കുലുമാലായിട്ട് വരും. അതുകൊണ്ട് ഞാൻ എന്നെ ഉമ്മ പറഞ്ഞു, നിങ്ങളെ മകനെ എനിക്ക് പോറ്റാൻ കഴിയില്ല. പലരെ ചീത്ത തെറി കേൾക്കാനും അടിപിടി കൂടാനും അതിന് സമാധാനം പറയാനും മാത്രമേ സമയമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് പഠിച്ച സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടിരിക്കോ. അതാണ് നല്ലത്. എനിക്ക് പറ്റൂല ഈ സാധനത്തിനെ കൊണ്ട് നടക്കാൻ. അത് ഉമ്മാക്ക് 3 കുട്ടികളെ ഉണ്ടായിട്ടുള്ളൂ. ഈ 12 കുട്ടികളെന്ന് പറഞ്ഞത് തന്നെ 2 ഗ്രൂപ്പാണ്, എയും ബിയും ഉണ്ട്. എ ഗ്രൂപ്പില് പിന്നെ 8ഉം ബി ഗ്രൂപ്പിൽ 4ഉം. കൂട്ടിക്കൊന്നുമല്ല, ഉപ്പ എന്നെയും കൂട്ടി പോയി. ഉപ്പ അങ്ങനെ പോകുന്ന ആ കാലത്ത് ഹോട്ടൽ 6 മാസം ഓരോരുത്തർ മാറി നടത്തുന്ന കാലഘട്ടമാണ്. കാരണം 6 മാസം ഒരാൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ, ഒരാൾ നടത്തിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോരാ. അത് കഴിഞ്ഞ് അടുത്ത പങ്കാളി 6 മാസം നടത്തണം. ആ 6 മാസം ഉപ്പ എന്നെ ഇങ്ങനെയൊക്കെയോ ഇല്ല സ്കൂളിൽ അയക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ട്യൂഷൻ തന്ന് എന്നെ പഠിപ്പിച്ചു. അന്നത്തെ കാലത്ത് വലിയ സംഭവമാണ്. ട്യൂഷൻ തന്ന് എന്നെ പഠിപ്പിച്ചു. അപ്പോഴും ഞാൻ വലിയ നിങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതം പോലെ തോന്നുന്നു. ഇത് കോട്ടയത്ത് നിങ്ങൾക്ക് പരിചയമില്ല. എനിക്ക് പരിചയമുണ്ട്. പിന്നെ പരിചയമുണ്ട്. ചെമ്പൂട്ടി അതെല്ലാം അറിയാം. പിന്നെ അതിന്റെ നേരെയാണ് ഈ പാരീസ്. പാരീസ് ഇതിന്റെ വലിയ സൗകര്യങ്ങളുള്ള ഹോട്ടലാണ്. കാരണം ഈ കോട്ടയം എന്ന് പറഞ്ഞാൽ അക്ഷരനഗരിയാണ്. അക്ഷരനഗരി ആയതുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ കോട്ടയത്തെ അറിഞ്ഞിരിക്കും. അപ്പോൾ അവിടെ പിന്നെ വലിയ സൗകര്യമുള്ള ഹോട്ടലാണ്. അതിൻ്റെ കവാടം പഴയ രാജകീയമായിട്ടുള്ള ഒരു കവാടം ഇല്ലേ, ആ വലിയ കവാടം, അതുപോലെയുള്ള കവാടങ്ങളാണ്. 2 ഡോറ്. എനിക്ക് തോന്നുന്നു ഒരു 12 അടി ഹൈറ്റ് ഉണ്ടാവും. 10-12 അടി ഹൈറ്റ് ഉണ്ടാവും ഡോറ്. വീടായിരുന്നു. ആ വീട് ആരുതാന്ന് എനിക്ക് പറയാം. കോട്ടയത്ത് കമറുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ഫുട്ബോൾ പ്ലെയർ ഉണ്ടായിരുന്നു. അവർ വീടാണ്. അല്ല, താങ്കൾക്ക് അവിടെ എന്തായിരുന്നു പണി? വളരെ ചെറുപ്പത്തിലെ പണിയൊന്നുമില്ല. ഉപ്പാനെ ഇങ്ങനെ കളിപ്പിക്കുക, ഉപ്പാനെ ബുദ്ധിമുട്ടിക്കുക, നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക, അത് തന്നെ കാര്യം ജോലി. ഞാൻ ഒരു ദിവസം വൈകുന്നേരം കുരുത്തക്കേട് പ്രധാന ജോലി അതായിരുന്നു. കോട്ടയത്ത് പോയിട്ട് കുരുത്തക്കേട് തുടർന്നു. അവിടെ ചാട്ടവും ഓട്ടോ എല്ലാം നിർത്തിയിട്ട് അതും ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ വേറെ ഉണ്ടായിരുന്നത് എന്റെ കൈ പിടിച്ചിട്ട് കൈ ഇളക്കൂല. കൈവ തന്നെ ഉണ്ടാവും, ആരെങ്കിലും കയ്യിലുണ്ടാവും ഞാൻ. അപ്പോ ഇത്
ഒരു ദിവസം വൈകുന്നേരം പിന്നെ ചെറിയ മുറുക്കാൻ കടകളുണ്ട്, ചെറിയ ചെറിയ പീടികൾ. ഞാൻ അവിടെ പോയി. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞ ദിവസം വന്നു പോകുമെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ആളെ പേരൊക്കെ പറയുന്നത്. കുരുടൻ ആമീർ ഖാൻ എന്ന് പറഞ്ഞ അയാളുടെ മകൻ അസീസ് ഖാൻ്റെ കടയുണ്ട്. അവിടുന്ന് ഞാൻ ചുണ്ണാമ്പ് ചെറിയ പാട്ടേരിങ്ങനെ അധികം മുറുക്കുകാരാണ് അവിടെ ഉള്ളത്. മുറുക്ക് എന്ന് പറഞ്ഞാൽ മുറുക്കുന്നവരാണ്. ഞാൻ ഇങ്ങനെ തോണ്ടി ചുണ്ണാമ്പ് തോണ്ടി ഒരടി അടിച്ചു കൊടുത്തു. കുരുടന്റെ അകത്തില്ല, ഇങ്ങനെ അടിച്ചു. അത് പോയി വീണതെവിടെയാന്ന് വെച്ചാല് പള്ളിയിൽ നിന്ന് ഏഷാ നിസ്കരിച്ചിട്ട് വരുന്ന മുസ്ലിയാരുടെ കണ്ണിലേക്ക് ചുണ്ണാമ്പ് തെറിപ്പിച്ചു കൊടുത്തു. ചുണ്ണാമ്പ് വന്ന് ശരിക്കും അടഞ്ഞു പോയി കണ്ടത്. അങ്ങനെ അവരെ എടുത്തു കൊണ്ടുവന്ന് ഹോട്ടലിൽ കൊണ്ടുവന്ന് വെളിച്ചെണ്ണ അതും ഇതുമൊക്കെ പരത്തി ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. അങ്ങനെ ഒരു മകൻ രക്ഷപ്പെട്ട് എനിക്ക് നല്ല ശിക്ഷയും കിട്ടി. അടി കിട്ടും. അതുപോലെ തന്നെ എന്നെ ഉപ്പ നോക്കുകയും ചെയ്യും, എന്നെ കുളിപ്പിക്കും. പാല് തരും, മുട്ട തരും. നല്ല ആരോഗ്യത്തോടെ സംരക്ഷിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ഉണ്ട്. അതിനനുസരിച്ച് കുരുത്തക്കേട് നിങ്ങളൊരു കുറവ് വരുത്താറില്ല. എപ്പോഴാണ് അവിടെ ഹോട്ടലിൽ അത് കഴിഞ്ഞ് ഈ ട്യൂഷൻ തന്നിട്ട് എപ്പോഴെങ്കിലും പരീക്ഷ എഴുതാൻ പോയിട്ടുണ്ടോ? പരീക്ഷ എഴുതാൻ പോയില്ല. പരീക്ഷ എഴുതാൻ പോയത് ഞാൻ 4ാം ക്ലാസ്സിൽ നിന്ന് മാഹിയിൽ വന്ന്, പിന്നെ മാഹിയിൽ MM ഹൈസ്കൂൾ അസഫയിലൊക്കെ പഠിച്ചു വന്ന സ്ഥലമാണ് MM ഹൈസ്കൂൾ. അവിടെ 4ാം ക്ലാസ് അവിടെ 4ാം ക്ലാസ് ചേർത്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് 10th വരെ. എന്നിട്ട് ഞാൻ 7th 4ാം ക്ലാസ് വരെ നിങ്ങൾക്ക് ട്യൂഷൻ തരുന്നു, എന്നിട്ട് 4ാം ക്ലാസ്സിൽ കൊണ്ടുവന്ന് ചേർത്തുന്നു. അവിടുന്ന് 10 വരെ അവിടെ പഠിക്കുന്നു. ചരിത്രം തന്നെയാണ്. അല്ല, അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കും ബ്രേക്ക് വന്ന് ഇടയ്ക്ക് എനിക്ക് ഈ പിന്നെ സ്പോർട്സിൽ NCC SCC ഇതിൽ ചേരാൻ ഭയങ്കര താല്പര്യം. പഠിത്തമല്ല എൻ്റെ പ്രധാന വിഷയം. സ്കൂൾ പോക്ക് പഠിത്തത്തിൻ്റെ ആവശ്യത്തിനല്ല, ഇങ്ങനെയുള്ള ഫുട്ബോൾ കളി ഇതൊക്കെയാണ്. 6th ഞാൻ അവിടുന്ന് തെറ്റി സ്കൂളിൽ സ്ഥലം വിട്ടു. കോട്ടയത്തേക്ക് പോയി. കോട്ടയത്തേക്ക് പോയിട്ട് അവിടെ MD സമനാരി ഹൈസ്കൂളിൽ ചേർത്ത്, മനോരമയുടെ തൊട്ടപ്പുറം MD സമനാരി ഹൈസ്കൂളിൽ. ഇന്നത് കോളേജാണ്, വലിയ സ്ഥാപനമാണ്. അവിടെ ചേർത്ത് ഞാൻ അവിടെ 7th ഒരു കൊല്ലം അവിടുന്ന് പഠിച്ചു. അവിടുന്ന് പഠിച്ചിട്ട് എന്നോട് അവരെ രണ്ടാമത് ഞാൻ മാഹിയിലേക്ക് തന്നെ വന്നു. PVR പിള്ള കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി അറിയില്ല, അങ്ങനെ ഒരു നാമം എൻ്റെ ഓർമ്മയില്ല. PVR പിള്ള ഞങ്ങളുമായിട്ട് വളരെ ബന്ധമാണ്. അപ്പം PVR പിള്ളേനോടെല്ലാം ഞാനിങ്ങനെ ശുപാർശയൊക്കെ പറഞ്ഞ്, ഞങ്ങളുടെ ഷോപ്പിൽ എപ്പം വരുന്ന ആളാണ് PVR പിള്ള. ഞാൻ കിടന്ന കട്ടിലിൻ്റെ മേലെ നിന്ന് രാത്രി വന്നിട്ട് എന്നെ വിളിച്ചിട്ട്, എടാ PVR പിള്ള വന്നിട്ടുണ്ടെടാ, നീ താഴത്ത് കിടക്ക്, PVR പിള്ള അടക്കം സംഭവം വരെയുണ്ട്. ഇന്ന് BJP ആണ് അയാൾ. അപ്പോൾ അവിടെ 7ാം ക്ലാസ്സിൽ നിന്ന് അവിടെ കോട്ടയത്ത് പോയി. കോട്ടയത്ത് നിന്ന് പിന്നെയും ഞാൻ അപ്പോഴാണ് വിമോചന സമരമൊക്കെ വരുന്നത്. ആ വിമോചന സമര കാലഘട്ടം ഒരണ സമരം ഷൺമുഖദാസ്, AC ഷൺമുഖദാസ്, പിന്നെ വയലാർ രവി, നമ്മളെ പ്രിയപ്പെട്ട നേതാവില്ലേ ഉമ്മൻചാണ്ടി, പിന്നെ വന്നതാണ്. അതിന് മുമ്പ് നമ്മള് വയലാർ രവി ഉണ്ടായിരുന്നു. വേറെ നമ്മളൊക്കെ KPCC പ്രസിഡന്റ് എല്ലാം ആയിട്ട് ഉണ്ടായിരുന്നു. മാറിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ലേ, ശങ്കരനാരായണൻ. അല്ല, ചെറുപ്പം ഉമ്മൻചാണ്ടിന്റെ ഒക്കെ VM സുധീരൻ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹമാണ് VM സുധീരൻ. അപ്പൊ നിങ്ങൾ ബേസിക്കലി അന്നേരം KSUകാരനായി മാറിയോ? അല്ല, ഞാൻ ISO കാരനാണ്. രാഷ്ട്രീയമുണ്ട്, കുരുത്തക്കേടുണ്ട്, പഠനമുണ്ട്, രണ്ടാമത്തത് രാഷ്ട്രീയമാണ്. മൂന്നാമത് പഠനമുണ്ട്. അത് ഇല്ല. 10ാം ക്ലാസ് എഴുതി. അങ്ങനെ അബ്ദുൽ ഖാദർ 10ാം ക്ലാസ് വരെ, അവസാനം 10ൽ എവിടെയാ പഠിച്ചത്?
MM ഹൈസ്കൂൾ. തിരിച്ച് വീണ്ടും വന്നു. 7 വരെ പഠിക്കുന്നു, പിന്നെ സ്ഥലം വിടുന്നു, കോട്ടയത്ത് പോകുന്നു, പിന്നെ തിരിച്ച് വീണ്ടും MM വരുന്നു, 10ാം ക്ലാസ് അവിടുന്ന് പരീക്ഷ എഴുതുന്നു. ജയിച്ചോ? ഇല്ല, ജയിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. കാരണം 3ാമതാണല്ലോ പഠനം. അത് കഴിഞ്ഞ് എന്തായിരുന്നു പരിപാടി? അത് കഴിഞ്ഞ് നേരെ കണ്ണൂരൊക്കെ ആയിരുന്നു. അല്ല, അപ്പോഴത്തേക്ക് ഉപ്പ കോട്ടയത്ത് നിന്ന് കണ്ണൂർ എത്തിയോ? അതിന് അതിൻ്റെ ഇടയ്ക്കൊരു ഒരു വലിയ രാഷ്ട്രീയ സംഭവം ഉണ്ടായി. എന്താണത്? പിന്നെ INTUC ആയിരുന്നു ഞങ്ങളുടെ ഹോട്ടലിലെ യൂണിയൻ കോട്ടയത്ത്. ഇത് 2ാമത്തെ ഹോട്ടൽ ഡി പാരീസ്. ഒന്ന് പാരീസ്, രണ്ടാമത്തെ ഡി പാരീസ്. അത് 1954 മറ്റേത് 47 46 തുടങ്ങി, 45 തുടങ്ങി, സ്വാതന്ത്ര്യത്തിന് മുമ്പ്. അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ നേരെ ഫ്രണ്ടിൽ, അന്ന് മെഡിക്കൽ കോളേജ് അവിടെയായിരുന്നു, മാമാമ്പള ഹാളിൻ്റെ തൊട്ടപ്പുറം. എന്നതിന് ശേഷമാണ് അറപ്പുക്കൂര പോയത്, ബസാരിയസ് കോളേജ്, മനോരമ. കോട്ടയത്തിൻ്റെ ചരിത്രം പറയുകയാണ്, എനിക്ക് തോന്നുന്നത് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു 5-6 കോളേജുണ്ട്, ഒരു 5-8 ഹൈസ്കൂളുണ്ട്, പിന്നെ ഇത് പ്രൊഫഷണൽ കോളേജുകളുണ്ട്, 4-5 അക്ഷരനഗരി പത്രങ്ങളുടെ എല്ലാ ആസ്ഥാനം. പത്രങ്ങളും ഒരു മനോരമയും ദീപികയും ഒരു 10-12 പത്രങ്ങൾ തന്നെ മംഗളം, അങ്ങനെ കേരളാഭൂഷണം, കേരളാഭൂഷണം, അത് എല്ലാ പ്രധാന പത്രങ്ങളുടെയും തുടക്കം കോട്ടയത്ത് നിന്നാണ്. മലയാളത്തിലെ പ്രഥമ ദിനപത്രമായ ദീപിക പ്രിന്റിംഗ് ആരംഭിക്കുന്ന അവിടെ നിന്നാണ്, നസ്രാണി ദീപിക. അതിനൊക്കെ ശേഷം മനോരമ വരുന്നു, മംഗളം വരുന്നു. അപ്പൊ അങ്ങനെ, അപ്പൊ അവിടെ ഈ ഡി പാരീസ് തുടങ്ങുമ്പോൾ എന്താണ് അവിടെ രാഷ്ട്രീയ വിഷയം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ 6 മാസം നടത്തുന്ന സംഭവമാണല്ലോ. ഈ 6 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബിസിനസ്സുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഒരു 500-600 പേരുടെ പറ്റുകാരുണ്ടാവും. പറ്റുകാരെന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, സ്റ്റുഡൻസ്. ക്യാഷ് കൗണ്ടറൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അവിടം വരെയുണ്ട് ക്യാഷ് കൗണ്ടർ. അതിൻ്റെ അകത്ത് വലിയ ഇതുപോലത്തെ ചാരു കസേരയെല്ലാം ഇട്ടിട്ടുണ്ട്, ഒരു കിടക്കുന്ന സ്ഥലമുണ്ട്, വലിയ മേശയുണ്ട്. അങ്ങനെ കൗണ്ടർ സെറ്റ് അങ്ങനെ സെറ്റ് ചെയ്ത് ആയത് അന്ന് വലിയ സൗകര്യമുള്ള ഹോട്ടലായതുകൊണ്ട് അങ്ങനെ നല്ല സെറ്റ് കിടക്കാനുള്ള സൗകര്യം. ഷിഫ്റ്റ് റെസ്റ്റ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കാം, കസേരയിൽ കിടക്കാം, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ 500-300 പേരുടെ പറ്റുബുക്ക് 500 പേരുടെ ബുക്കുണ്ട്. അതുകൂടെ എഴുതി വെക്കുന്ന സമ്പ്രദായമുണ്ട്. അതിനകത്തൊക്കെ നിങ്ങളൊന്ന് ഇടപെടലുണ്ടോ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് അറിയാതെ മാത്രം. ഏട്ടനാണ് അതെല്ലാം ചെയ്തിരുന്നത്. ഏട്ടൻ അക്കാര്യത്തിൽ നല്ല പ്രഗത്ഭനാണ്. ഏട്ടൻ ത്രൂ ഔട്ട് എപ്പോഴും ഏട്ടൻ തന്നെയുണ്ട് കൗണ്ടറിൽ. ഉപ്പാൻ്റെ കൂടെയല്ല, പിന്നെ മറ്റുള്ള പാർട്ട്നേഴ്സിൻ്റെ കാഷ്യർ ഏട്ടൻ തന്നെയാണ് ഉണ്ടാകുക. അപ്പം അത് പറയാൻ കാരണം എഴുതുക ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് അവർ ബുക്ക് എടുക്കുക, അവർ തന്നെ എഴുതുക, അങ്ങ് പോകും. പിന്നെ ഈ പറ്റുകാരുണ്ടല്ലോ, ബില്ല് കൊണ്ടുവന്നിട്ട് പറയും, മലെ എൻ്റെ കണക്കിൽ എഴുതിയേക്കെന്ന് പറയും. ബുക്കില്ലാത്തവർ അത് എഴുതണം, അത് നമ്മൾ എഴുതണം. ഏത് തിരക്കാന്നറിയണം, ഭയങ്കര തിരക്കാന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഫോൺ വരും, മനോരമയിലേക്ക് 5 ചോറ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ബസാരിയസ് കോളേജിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക്, ഇവിടെ ഇതെല്ലാം ഒരാൾ മാനേജ് ചെയ്യണം. അന്നൊന്ന് 2 ആൾ ചെയ്യേണ്ട പണി, 3 ആൾ ചെയ്യേണ്ട പണി എന്തോ ഒരാൾ സഹോദരൻ ചെയ്തിരുന്നു. അങ്ങനെ ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ണൂരിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നത്? ആ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ 6 മാസം കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ എമൗണ്ട് ബാലൻസ് വരും കിട്ടാനുള്ളത്. എല്ലാവരും മുഴുവൻ പൈസയും കൊടുക്കില്ല, അടുത്ത മാസത്തേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഈ അടുത്ത മാസത്തെ പിരിവിന് വേണ്ടിയിട്ട് അതിൻ്റെ ചെറിയ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു കടയുണ്ട്. അത് ഒരു മുറുക്കാങ്കടയാക്കി മാറ്റിയിട്ട് ഇവിടെ അതുവരെ ഇരുന്ന ഒരാളെ വിളിച്ചിട്ട് അവിടെ ഇരുത്തു. എന്തിന്? ഈ പിരിവെടുക്കാൻ വേണ്ടിയിട്ട്, ഈ ബാലൻസ് കുടിശ്ശിക വാങ്ങാൻ വേണ്ടിയിട്ട്, പൈസ ഈടാക്കാൻ വേണ്ടിയിട്ട് ആ കുടിശ്ശിക വാങ്ങും. അങ്ങനെ ഒരു ഉപ്പാൻ്റെ ടേം കഴിഞ്ഞിട്ട് എന്നെയാണ് ഈ കുടിശ്ശിക പിരിക്കാനാക്കിയില്ല, ഇരിക്കാനാക്കിയത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു 1965. ഡി പാരീസ് തുടങ്ങി. രണ്ടാമത് അല്ല, ആരംഭം തുടങ്ങിയിരുന്നു 65 മെയ് 15 തോന്നുന്നു.
മെയ് 15 ഡേറ്റ് മാറില്ല, കൊല്ലം മാറിപ്പോൾ 66 65 തന്നെ. അതെന്താ ഈ ഡേറ്റ് മാറില്ല എന്ന് പറയാൻ കാരണം? ഡേറ്റ് എനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട്. വർഷം ഓർമ്മയില്ലെങ്കിൽ ഡേറ്റ് ഓർമ്മയുണ്ടോ? ഡേറ്റ് ഓർമ്മയുണ്ട്. ഓക്കെ. അതിവിടെ വന്ന് പിന്നെ ഉപ്പ ഇങ്ങോട്ടേക്ക് പോന്ന്, ഞാനും ജ്യേഷ്ഠനും അവിടെ തന്നെയായി. ജ്യേഷ്ഠൻ കൗണ്ടറിലുണ്ടാവും, ഞാൻ പെട്ടിക്കടയിൽ ഇരിക്കുന്നുണ്ടാവും, പറ്റി വിരിക്കാൻ വേണ്ടിയിട്ട് ഈ അടക്കായ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അന്നേരം ഈ കുരുത്തക്കേടുണ്ടോ? മറ്റേ ഇത് അന്നേരമുള്ള കുരുത്തക്കേട് അന്നേരമുള്ള കുരുത്തക്കേട് കുറഞ്ഞില്ലേ? കുറച്ചും കൂടി പ്രായം പറഞ്ഞപ്പോൾ അനാവശ്യമുള്ള കുരുത്തക്കേടെല്ലാം കുറഞ്ഞു. പിന്നെ ആവശ്യമുള്ള കുരുത്തക്കേട്, അനാവശ്യ കുരുത്തക്കേടും ആവശ്യ കുരുത്തക്കേടും രണ്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുക ഇതിൻ്റെ അകത്തേക്കാണ്, ഡി പാരീസിൻ്റെ അകത്തേക്കാണ്. ഡി പാരീസിൻ്റെ അകത്ത് 2 ഡൈനിങ് ഹാളുണ്ട്. ഒന്ന് രാത്രി 4 മണിയാകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും. ഉച്ചക്കത്തെ ആ ചോറിൻ്റെ തിരക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ത്രൂ ഔട്ട് രണ്ടും ഉണ്ടാവും. 6 മണിക്ക് ശേഷം മറ്റേതിലുണ്ടാവില്ല. അതിനകത്ത് പോയിട്ടാണ് രാത്രിയത്തെ ഭക്ഷണമൊക്കെ കഴിക്കുക. ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പിന്നെ കൺവീനറുണ്ട്, INTC-യുടെ കൺവീനർ, അഗസ്റ്റിൻ എന്ന പേര്, അങ്കമാലിക്കാരനാണ്. നീയാണാടാ മോനെ, എന്തോ എന്നോട് ഞാനെന്തോ ആരെയോ എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു, എന്തോ സംഗതി യൂണിയനെ പറ്റി എന്തോ പറഞ്ഞു. ഇയാൾ വന്നു, നീയാണോടാ മോനെ നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. നീ എല്ലാവരും കൊണ്ട് നീ എപ്പോൾ പറയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എപ്പോൾ പറയുമെന്ന് പറഞ്ഞു. അതിന് വഴക്ക് എന്തോ ആവശ്യമില്ലാത്ത മോശമായ ഉപയോഗിച്ച് അയാൾ ഉപയോഗിച്ചു. ഞാൻ ഇരുന്ന കസാര എടുത്ത് കൊടുത്തു. വലിയ കുരുത്തക്കേട് അതാണ് ആദ്യത്തെ വലിയ കുരുത്തക്കേട്. അടിച്ചു. അടി 1-2 കടത്തുമ്പോൾ പിടിച്ചു വെച്ചു, കുഴപ്പമായി. പിന്നെ പിറ്റേ നേതാക്കന്മാരെത്തി, അവരായി ഇവരായി, കുഴപ്പമായി. ഭയങ്കര കുഴപ്പമായി. അപ്പൊ എത്ര വയസ്സുണ്ടാവും? വയസ്സ് 22, 21. പിന്നെ പരമേശ്വരം പിള്ള ഇങ്ങനെയല്ല ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോന്നൊന്നും അറിയില്ല. അന്ന് മൂപ്പറായിരുന്നു അന്നത്തെ INTC-യുടെ DCC ജില്ലാ പ്രസിഡന്റ്. അന്തപ്പൻ പ്രസിഡന്റാണ്. അയാളൊരു കറുത്ത പുള്ളിക്കാരനാണ്. പിന്നെ ആലപ്പുഴക്കാരനാണ്. അയാൾ ഒരു ഒരു ക്രിമിനൽ കേസിൽ പ്രതിയൊക്കെയാണ്. അപ്പോൾ അവർ രണ്ടാളും വന്നിട്ട് എന്നോട് ചോദിച്ച്, നീ ആ അഗസ്റ്റിനെ അടിച്ചെന്ന് ചോദിച്ചു. പരമേശ്വരൻ വീട്ടിൽ വളരെ ഡീസൻ്റാണ്. നീ അഗസ്റ്റിനെ അടിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാന്ന് പറഞ്ഞു. അല്ല ഇത് സ്വരം ഇങ്ങനെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അല്ല എൻ്റെ അന്നത്തെ സ്വരം ഇത് തന്നെയാണ്. ആരോടൊന്നും മോശമായിട്ടല്ല, ഒരു ഭയഭക്തിയോടുകൂടിയോ മറ്റുള്ള കാര്യം ധൈര്യമായിട്ട് തന്നെ പറഞ്ഞു ഞാൻ തന്നെയാന്ന് പറഞ്ഞു. എന്തിനാ അടിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തിനാ അടിച്ചെന്ന് ചോദിച്ചാൽ എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ അടിച്ചു. അപ്പോൾ നീ വഴക്ക് പറഞ്ഞ ആളെല്ലാം അടിക്കുമെന്ന് ചോദിച്ചു. വഴക്ക് പറയുന്ന ആളെല്ലാം നീ അടിക്കുമെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു അതെല്ലാം അത്യാവശ്യം പോലെ, സാഹചര്യം എങ്ങനെയാന്ന് അതുപോലെ സംഭവിക്കും, അത്രയേ ഉള്ളൂ. ആ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. അപ്പം ഞാൻ ഈ പാക്ക് അടക്ക പാക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇങ്ങനെ ചുണങ്ങിക്കൊണ്ടിരിക്കുക. വലിയ കത്തിയാണ്, വലിയ കത്തിയാണ്. കത്തിയെന്ന് വെച്ചാൽ ഇങ്ങനെ ചുണങ്ങിക്കൊണ്ട്. ഇപ്പം ഇയാളെ ചോദ്യവും പറച്ചിലും എല്ലാം കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ വിറയൽ വന്ന് എൻ്റെ പഴയ സ്വഭാവത്തിലേക്ക് എണീറ്റു വന്നു. ഇങ്ങനെ പറക്കാൻ തുടങ്ങി. ഒന്ന് തന്നെ അടക്ക തന്നെ തുടങ്ങാൻ തുടങ്ങി. അപ്പം പരമേശ്വരൻ പിള്ളക്ക് മനസ്സിലായി ഇത് പന്തികേടിലേക്ക് പോകും എന്ന് തോന്നിയപ്പോൾ അന്തപ്പനെ വിളിച്ചിട്ട് പറഞ്ഞ ഇവിടെ വിളിച്ചു, നീ എന്താന്ന് ഈ കുട്ടികളോടൊക്കെ സംസാരിക്കാൻ വേണ്ടി വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പോയി. അപ്പോൾ അത് പ്രശ്നമായിട്ട് ഞാൻ മാപ്പ് ചോദിക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. യൂണിയൻ്റെ നേതാക്കന്മാരുടെയൊക്കെ ആവശ്യം ഞാൻ മാപ്പ് ചോദിക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ മാപ്പ് ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നെ തെറി വിളിച്ചത് തെറ്റാണ്, മാപ്പ് പറഞ്ഞാൽ ഞാൻ അടിക്കാം. അത് കാരണമാണ് ഞാൻ അടിച്ചത്. അപ്പോൾ അതിനാദ്യം മാപ്പ് പറയാം. ഞാൻ പറയാം. അത് പറയില്ല എന്ന് അത് ഞാൻ തർക്കത്തിലായി. പിന്നെ അപ്പോഴത്തേക്ക് ഫാദർ ഇവിടുന്നൊരു കാര്യത്തിൽ വന്നിട്ട് ലെറ്റർ വിട്ട് അങ്ങോട്ടേക്ക്. അന്ന് ഫോൺ വിളിനേക്കാളും ലെറ്റർ വിട്ട്
ഫാദറപ്പം കണ്ണൂരാണല്ലോ. കണ്ണൂരാണ്. അവിടുന്ന് ഇങ്ങോട്ട് കത്ത് വന്നു. കത്ത് വന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പയാന്ന് വിളിക്കുന്നത്, വിളിക്കുന്ന സ്ഥലത്തേക്ക് മക്കൾ ചെല്ലുക എന്നുള്ളതാണ് മക്കളുടെ കടമ. ഇവിടുന്ന് ഒരു കത്ത് അങ്ങോട്ടേക്ക് വന്നു. മക്കളുടെ കടമ അത് അനുസരിക്കണം. ഇത് കമാലിനാന്ന് കത്ത് എഴുതുന്നത്, ഞാൻ അബ്ദുൽ ഖാദറാണ്. നീ ഈ കത്ത് കിട്ടിയ ഉടനെ അബ്ദുൽ ഖാദറിന് അടുത്ത ഏതാണോ വണ്ടി ആ വണ്ടിക്ക് കയറ്റി വിടണം, കണ്ണൂരിലേക്ക് അയക്കണം. കണ്ണൂരിലേക്ക് അയക്കണം. പിന്നെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഭവിഷ്യത്ത് വന്നാൽ ഞാൻ ഇതിന് ഉത്തരവാദിയല്ല. അല്ല എന്ന് പറഞ്ഞാൽ വരാതിരുന്നാൽ അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്തോളണം. കത്ത് കിട്ടിയ ഉടനെ ഇങ്ങോട്ട് അയച്ചോളൂ. അബ്ദുൽ ഖാദറിനെ ഇങ്ങോട്ട് കയറ്റി വിട്ടോളൂ. അങ്ങനെ കണ്ണൂരിലേക്ക് വരികയാണ്. അങ്ങനെ കൂളാൻഡിലേക്ക് എത്തുകയാണ്. പക്ഷെ ഞാൻ വണ്ടി എന്തോ കാരണവശാല് 4:30 മണിയാകുമ്പോഴത്തേക്ക് എത്തണം എന്നുള്ളതാണ് പറഞ്ഞത്. ഒരു 12:30 മണിക്ക് മാഹിയിലെത്തി വണ്ടി. ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ഉമ്മാനെയൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് 4:30 മണിയാകുമ്പോഴത്തേക്കും എത്തി. അബ്ദുൽ ഖാദർ അങ്ങനെ കോട്ടയത്ത് അക്ഷര നഗരിയിൽ നിന്ന് ചുമന്ന മണ്ണായ കണ്ണൂരിലേക്ക് അങ്ങനെ വന്നിട്ട് കൂളാൻഡിൽ ആദ്യം കിട്ടിയ പണി എന്താ? ഉപ്പാന്റെ ഒപ്പം ആദ്യം കിട്ടിയ സംഭവം പറയാം. സംഭവം എന്ന് പറഞ്ഞാൽ 4:30 മണിക്ക് എത്തി കൂളാൻഡിലെത്തി. നമ്മുടെ മുനീശ്വരൻ കോവിലിന്റെ അടുത്തല്ലേ കൂളാൻഡ്? അതെ. പിന്നെ എന്നോട് ചോദിച്ചു നീ എത്ര മണിക്ക് എത്തി എന്ന് ചോദിച്ചു. ഏത് വണ്ടിക്ക് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് സ്ട്രോങ് ആണ്. ഏത് വണ്ടിക്ക് വന്ന് എത്ര മണിക്ക് എത്തിയെന്ന്. ഞാൻ ഈ വണ്ടിക്ക് വന്ന് നീ എന്നിട്ട് ഇതുവരെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞപ്പോൾ വീട്ടിൽ പോയി. എന്നോട് ഞാൻ വീട്ടിൽ പോകാൻ പറഞ്ഞില്ലല്ലോ, ഇവിടെ വരാമില്ല പറഞ്ഞേ. പിന്നെന്തിനാ നീ വീട്ടിൽ പോയേ? എന്നോട് അതോടുകൂടി ഞാൻ മൂപ്പറായിട്ട് സംസാരം നിന്ന് എന്നോട് മിണ്ടിയില്ല. ഏത് ജോലി ചെയ്യണമെന്നോ എവിടത്തേക്ക് കയറണമെന്നോ ഒന്നുമില്ല. കുറെ നേരത്തേക്ക് എന്നെ വിട്ട് ഞാൻ കുറെ അവിടെ നിന്ന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് അകത്ത് പോയി. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് 7 മണിയാകുമ്പോൾ വീട്ടിലേക്ക് പോയി. അപ്പോഴത്തേക്ക് ഈ 12 സഹോദരന്മാരും ലൈവായോ? 12 പേരുണ്ടോ? അതൊരു സംഭവമാണ്. അതൊരു വലിയൊരു സംഭവമാണ്. അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം ചെറിയ ചെറിയ ഈ കമറുദ്ദീൻ എന്ന് പറയുന്ന അവിടെ ഇരിക്കുന്ന പയ്യനാണ്, ചെറുപ്പക്കാരൻ. അറിയാം എനിക്ക്? ഇല്ല, കണ്ടിട്ടുണ്ടാവും. ഓനോട് ചോദിച്ച ഓന് ഏറ്റവും ഇളയാളാ? അല്ല, 2ാമത്തെ ആളാ. അവന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഏറ്റവും ഇളയാള് പഠിത്തത്തിൽ ചേർന്നിട്ടില്ല, നൂർജഹാൻ എന്ന് പറഞ്ഞത്. അതിൻ്റെ മൂത്തതാണ് അഷറഫ് എന്ന് പറയുന്നതല്ല. ഇങ്ങനെല്ലാം കുറേ എല്ലാം ചെറുതാണ്. ഒരു മോള് മാത്രമേ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. ഉമ്മ മരണപ്പെട്ട് പിന്നെ ആരുമില്ല. പിന്നെ ആ സ്ഥിതികളൊന്ന് ആലോചിച്ച് നോക്കി. 12 മക്കളാണ്. ഉമ്മ മരണപ്പെട്ടു. ആരാ നോക്കുന്നത് ഈ മക്കളെല്ലാം? ഉമ്മയുടെ ഉമ്മയുണ്ടായിരുന്നു. ഉമ്മയുടെ ഉമ്മ, ഉപ്പുമ്മ അല്ല ഉമ്മാമ. ഉമ്മാമ ആ സമയത്ത് മരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. നോക്കി ഉമ്മാമയെ സമയം ആയപ്പോൾ പോകാൻ തയ്യാറായി. ഉപ്പാൻ്റെ പൂക്കോട്ടുള്ള വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. ഉപ്പാൻ്റെ ശരിക്കും നമ്മളെന്തൊരു കഥകൾ പറയുന്ന അല്ല സത്യം പറയുന്ന സമയത്ത് തുറന്നു പറയണ്ടേ? പിന്നെ ഇത് ഒരു തെളിവല്ലേ? അപ്പോൾ ഉമ്മ പുറത്തേക്ക് പൂക്കോട്ടേക്ക് പോകാന്ന് പറഞ്ഞു. ഈ 12 മക്കളുള്ളപ്പോൾ ഉമ്മ മരണപ്പെടുകയും ചെയ്തു. 40 ദിവസം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ ഉപ്പ അതിന് സമാധാനമൊന്നും പറഞ്ഞില്ല. അവരിറങ്ങി. അപ്പം എൻ്റെ വലിയുപ്പ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ പിന്നെ ആരുമില്ല. 12 മക്കളും ഉപ്പയും ചെറിയ ചെറിയ പൊടി മക്കൾ. ഉപ്പ കല്യാണം കഴിച്ചതാണ്, ഭാര്യയുണ്ട്, കണ്ണൂരാന്ന്. ഉപ്പയും അങ്ങോട്ടേക്ക് പോരൂലേ. പിന്നെ നിങ്ങൾ മക്കൾ മാത്രം അവിടെ? നിങ്ങൾ 8 പേര്. 8 4 അല്ലേ? 8 4 ഇല്ല, 4 ഇവിടെ കൂടത്തിൽ. അവിടെയോ? അവിടെ 8 പേര്. അപ്പൊ 8 4 12. 8 പേരും നിങ്ങൾ ഉപ്പയും അവിടെ. നിങ്ങൾ 8 മക്കൾ മാത്രം അവിടെ. അതിൽ കല്യാണം കഴിഞ്ഞത് ഒരു പെൺകുട്ടി, മൂത്തയാള് മാത്രം. അപ്പോൾ അതൊരു വലിയൊരു പ്രതിസന്ധി. ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്തു? പോകുന്ന സമയത്ത് ഞാൻ ഉമ്മാമനെ വിളിച്ചു. ഉമ്മാമ എവിടെ പോവാന്ന് ചോദിച്ചു. നിങ്ങളെ വിളിക്കുന്നത്? ഞാനാ വിളിക്കുന്നത്. എവിടെ പോവാൻ? ഞാൻ പോവാന്ന് പറഞ്ഞു. പറയണം, നമ്മൾ അത് ജീവിതത്തിൽ കടന്നുപോയ വഴികളാണ്. അതെ. ഇന്നത്തെ തലമുറയ്ക്ക് ഈ സങ്കടങ്ങളൊന്നും അറിയില്ലല്ലോ. എന്നോട് പറഞ്ഞു ഞങ്ങളെ കൊന്നിട്ട് പോടുന്നു. ഉമ്മാമാനോട് പറഞ്ഞു നമ്മൾ ഈ മക്കളെ എന്താ ചെയ്യാ, നമ്മളെല്ലാം കൊന്നിട്ട് പോടുന്നു.
മാമ തിരിച്ചു വന്നു. തിരിച്ചു കയറി വന്നു. ഓ, അത് അന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് അല്ലെങ്കിൽ ഉമ്മാമ തിരിച്ചു വന്നു ഈ 8 മക്കളെയും നോക്കാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരിച്ചു വന്ന് പിന്നെ മരണം വരെ ഞങ്ങൾ തന്നെ മക്കളെ നോക്കാനുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. വല്യപ്പയും വല്യമ്മയും നിങ്ങളൊപ്പം തണലായി നിന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ നിങ്ങൾ ഡെയിലി ജോലി കഴിഞ്ഞ് ഇവിടെ വരും. കുളാനിൽ പിന്നെ വരാൻ തുടങ്ങിയത് എപ്പോഴാണ്? കുളാനിൽ വരാൻ തുടങ്ങിയത് 2-ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സീസൺ ടിക്കറ്റ് എടുത്തിട്ട് പോവുകയും വരികയും ചെയ്തു. അല്ല, അപ്പൊ വരുമ്പോ എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചോ? മസിൽ കൊടുത്തം മാറിയോ? മാറി 1-2 ദിവസം ഇങ്ങനെ ഉണ്ടോ. ആദ്യം പിന്നെ കൗണ്ടർ ക്യാഷ് കൗണ്ടറിലിരുത്തി പൈസ ഒക്കെ സ്ഥലത്തേക്കാക്കി. അങ്ങനെ അതങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വളരെ സജീവമായി. പിന്നെ എത്ര വർഷം കുളാനിൽ നിങ്ങൾ അങ്ങനെ കൂടെ അപ്പോഴത്തേക്ക് കോട്ടയത്ത് ടേൺ വന്നല്ല. ടേൺ വന്നപ്പോ അങ്ങോട്ട് പോയി. അങ്ങനെ കോട്ടയം കണ്ണൂർ ആ ഘട്ടത്തിലാണ് അടി ഉണ്ടാകുന്നത്. പോകുന്ന ഘട്ടത്തിലാണ് അടി ഉണ്ടാകുന്നത്. ഈ കുളാൻഡില് ആ കാലഘട്ടത്തിൽ ഏറ്റവും ഭക്ഷണം എന്തൊക്കെയാണ് നമ്മൾ വിളമ്പിയിരുന്നത്? ഭക്ഷണം അതിന്റെ രുചിക്കൂട്ടൊക്കെ എവിടെയായിരുന്നു? എന്തായിരുന്നു അതിന്റെ ഒരു? പക്ഷെ ഞങ്ങള് രുചിക്കൂട്ടിങ്ങൾക്ക് ബിരിയാണിനെ പറ്റിയും നെയ്ച്ചോറിനെ പറ്റിയും മാത്രമല്ല, മറ്റു പൊറോട്ടനെ പറ്റിയല്ല. പക്ഷെ അവിടെ ആദ്യത്തെ ഒരു എയർ കണ്ടീഷൻ അല്ല കൂളർ ആയിട്ടുള്ള ഒരു സ്ഥാപനം കണ്ണൂരിൽ ആദ്യത്തത് കൂളർ സ്ഥാപിച്ചത്. എയർ കൂളർ, AC ഇല്ല. എയർ കൂളർ ആദ്യമായിട്ട് കണ്ണൂരിൽ വന്ന ഹോട്ടൽ കൂളാൻഡാണ്. ഈ കൂളാൻഡ് എന്ന് പേരിടാൻ കാരണം എന്താണ് ശരിക്കും? അവിടെ തണുത്തത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും. അങ്ങനെയാണ് കൂളാൻഡിന്റെ തുടക്കം. ഹോട്ടലല്ല. എപ്പോഴാണ് ഹോട്ടലായിട്ട് മാറുന്നത്? ഞങ്ങളെ കൈ കിട്ടിയത്. ഐസ് ഫ്രൂട്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വാങ്ങിക്കുന്ന ചെറിയ മുട്ടായി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്. മെഷീനൊക്കെ ഉണ്ടായിരുന്നു. അതുപോലായിട്ട് ഞാൻ പണിയെടുക്കും. ഞാൻ നന്നായിട്ട് പണിയെടുക്കും. 18 മണിക്കൂറൊക്കെ പണിയെടുത്തിട്ടുണ്ട്. 18 മണിക്കൂറൊക്കെ പണിയെടുത്തിട്ടുണ്ട്. പിന്നെ പിന്നെന്താ പറയാ, ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഉറങ്ങിപ്പോകും. പണിയെടുത്തിട്ട് 18 മണിക്കൂർ പണിയെടുത്തിട്ട് ഉറങ്ങാനില്ല. എപ്പോഴെങ്കിലും ഒരു ഉറക്കിനുള്ള ഒരു സൗകര്യം, റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് ഉണ്ടാവില്ല. അപ്പോൾ വല്ലപ്പോഴും വരും. അപ്പം വന്നു കഴിഞ്ഞാൽ നീ ഒന്ന് പോയി റെസ്റ്റെല്ലാം എടുത്തിട്ട് വേടാന്ന് പറയും. 1 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് വരും. പിന്നെ നാട്ടിൽ പോകുന്നൊരു സമ്പ്രദായമുണ്ട്. നാട്ടിൽ പോകുന്ന 1-2 മാസം മാഹിയിൽ പോകുന്നത്, കണ്ണൂരിൽ നിന്ന് മാഹിയിലേക്ക് പോകുന്നതായി നാട്. നാട്ടിൽ പോകുന്ന സമ്പ്രദായമുണ്ട്. 1-2 മാസം കൂടി കഴിഞ്ഞാൽ കണ്ണൂരിന്ന് മാഹിയിലെ വീട്ടിലേക്ക് പോകുന്നതാണ് 2 മാസം 3 മാസം കൂടുമ്പോഴാണ്. ആളുകൾ ഡെയിലി കോഴിക്കോടും കൊച്ചിയിലും തിരുവനന്തപുരത്തും ജോലി രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അന്ന് 2-3 മാസം കൂടുമ്പോഴാണ് മാഹിയിലെ വീട്ടിൽ പോകാൻ പറ്റില്ല. 18 മണിക്കൂറാണ് ജോലി. ഉറങ്ങാൻ സമയം കിട്ടില്ല. ഭക്ഷണം വിളമ്പാറുണ്ടോ അന്നേരം? ഭക്ഷണം സെറ്റ് ചെയ്ത് കൊടുക്കും. അന്നൊക്കെ ഏറ്റവും ആ കാലഘട്ടത്തിൽ ഈ ഒരു 6 പതിറ്റാണ്ടല്ല 5 പതിറ്റാണ്ട് മുമ്പൊക്കെ ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്ന ഏറ്റവും കൂളാൻഡിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? വിഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയാണ് ഞങ്ങള് മാസ്റ്റർ. നെയ്ച്ചോറും നല്ല നെയ്ച്ചോറാണ്. മട്ടയാട് എല്ലാം നല്ല സാധനങ്ങളാണ്. ഒന്നും അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. ഏറ്റവും നന്നായിട്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് പ്ലേറ്റ് ചൂടാക്കിയിട്ട് കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടാക്കിയത്. ആദ്യമായി കൂളർ സ്ഥാപിച്ചു. ആദ്യമായി ചൂടോടെയുള്ള പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളത്തിൽ നിന്ന് പ്ലേറ്റ് എടുത്തുകൊണ്ട്. അത് മെഷീനും കാര്യങ്ങളൊന്നുമില്ല. ഒരു വലിയൊരു പാത്രം, അതിനകത്ത് വെള്ളം തിളക്കുന്നുണ്ടാവും. ഒരു കമ്പി നീളത്തിൽ ഇട്ടിട്ട് അതിന്റെ അറ്റം വളക്കും. പ്ലേറ്റ് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് വളർത്തിയെടുക്കലാണ്. അന്ന് കാലത്ത് അത്രയും ഹൈജീൻ ആയിരുന്നു, അത്രയും വൃത്തിയായിരുന്നു. ചെറുതല്ല, ചെറിയ കാലം. എല്ലാ പ്ലേറ്റും ചട്നി സാസർ വരെ ഡെയിലി വിമ്മിടും. രാവിലെ ഞങ്ങളെ ജോലി ഡെയിലി വിമ്മിടലാണ്. ഇത് കറിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ അബ്ദുൽ ഖാദറിൻ്റെ ജീവിത പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുമ്പോൾ പുതിയ തലമുറയിൽ അദ്ദേഹത്തിൻ്റെ മക്കളിലൊരാൾ നൂറുദ്ദീൻ നമ്മോടൊപ്പം ചേരുകയാണ്. നൂറുദ്ദീൻ, സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഉപ്പയെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അറിയാൻ ശ്രമിക്കുകയാണ്. ആദ്യം ഉപ്പയുടെ ഒരു കുടുംബ പശ്ചാത്തലത്തിലൂടെ കടന്ന് താങ്കളിലേക്ക് എത്താം. എപ്പോഴാണ് വിവാഹം? എപ്പോഴായിരുന്നു? 70. എവിടെയായിരുന്നു ജീവിത പങ്കാളി? എവിടെ നിന്നാണ് കണ്ടെത്തിയത്? എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. പ്രണയം വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. എങ്ങനെയാണ് കുടുംബം തന്നെ കണ്ടെത്തിയതാണ്? കണ്ടെത്തിയത്. എന്താണ് ജീവിത പങ്കാളിയുടെ പേര്? ഖദീജയാണ് ജീവിത പങ്കാളി. എത്ര മക്കളുണ്ട്? എത്ര ആണും എത്ര പെണ്ണുമാണ്? 3 പെണ്ണും
രണ്ടാണ്. മൂത്തത് പെൺകുട്ടിയാണോ? പെൺകുട്ടിയാണ്. പെൺകുട്ടികളുടെ എല്ലാം വിവാഹം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, അവരെല്ലാം സെറ്റിൽഡ് ആണ്. മക്കളുടെ പേര് ഒറ്റയടിക്ക് പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞാട്ടെ. ഇങ്ങനെ അതിന്റെ പേര് മക്കളുടെ, നിങ്ങളുടെ 5 മക്കളുടെ പേര് പറയാം. നൂറുൽ ഹിദായ, നൂർ ജഹാൻ, നൂറുൽ നിസ, നൂറുദ്ദീൻ, നൂറുൽ ഹാഷിഖ്. അവരിൽ ആരൊക്കെയാ നിങ്ങളുടെ കൂടെ ബിസിനസ്സിലുള്ളത്? ബിസിനസ്സിലുള്ളത് നൂറുദ്ദീൻ മാത്രമേ ഉള്ളൂ. അത് നൂറുദ്ദീൻ ഇപ്പം അടുത്ത ഒരു 4-5 വർഷമായിട്ട് കൂടെ കൂടിയിട്ടുള്ളൂ. അപ്പൊ നൂറുദ്ദീനിലേക്ക് ഒന്ന് പോകട്ടെ. ശരി. നൂറുദ്ദീൻ, എന്തൊക്കെയുണ്ട് വിശേഷം? കുറച്ചു കാലമേ ഉള്ളൂ ഉപ്പാന്റെ കൂടെ കൂടിയിട്ടില്ല. 2018 മുതലേ കൂടിയിട്ടുള്ളൂ. അതുവരെ എന്താ ചെയ്തിരുന്നത്? അതുവരെ റെസ്റ്റോറന്റ് ഫീൽഡിൽ തന്നെയായിരുന്നു. എവിടെയായിരുന്നു? ഇവിടെ സൗദി അറേബ്യയിൽ. എന്താ തിരിച്ചു വരാൻ തോന്നാൻ കാരണം? തിരിച്ചു വരാന്നുള്ള അവിടെയുള്ള നിയമപ്രശ്നങ്ങൾ കാരണം അവിടെ വരേണ്ടി വന്നതാണ്. കാരണം മക്ക എന്ന് പറഞ്ഞൊരു മക്കയിലെ ഒരു ക്ലോക്ക് ടവർ അറിയുമായിരിക്കുമല്ലോ, അതിൽ 3rd ഫ്ലോറിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഒരു ചെറിയ നിയമപ്രശ്നങ്ങൾ മൂലം എനിക്കത് ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയും ഉപ്പാൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ ഒരു അവസരം ഉണ്ടാവുകയും ചെയ്തത്. അങ്ങനെയാണ് ഇങ്ങോട്ട് എത്തുന്നത്. ഈ കൂൾലാൻഡ് എങ്ങനെ MVK ആയി? MVK എന്ന പേരിൻ്റെ ഫുൾ ഫോം എന്താണ്? കൂൾലാൻഡ് MVK ആയത് ഇൻകം ടാക്സ് റെയ്ഡ് വന്നു. ഡെപ്യൂട്ടി ഡയറക്ടർ എറണാകുളം നിന്ന് വന്നിട്ടാണ്. ഇവിടുത്തെ ഓഫീസേഴ്സ് അതൊന്നുമില്ല. പിന്നെ ഞങ്ങളെ രാവിലെ മുതൽ രാത്രി 11 അത്രയധികം കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥാപനമാണല്ലോ. അതെ, റെയ്ഡ് ചെയ്തു. ഞങ്ങൾ പുതിയ ഹോട്ടലിലേക്ക് കടന്ന ഉടനെയാണ് പിന്നെ അന്നത്തെ രാത്രിയാണ് ഉപ്പാക്ക് സുഖമില്ലാതെ ഇവിടത്തേക്ക് പോകുന്നത്. ഇൻകം ടാക്സ് റെയ്ഡ് ഉണ്ടാകുന്നതിന് മുമ്പ് തലേന്ന് രാത്രി റെയ്ഡ് ഹോസ്പിറ്റലിൽ തലേന്ന് കൊണ്ടുപോയി. ഞങ്ങൾ തിരിച്ചു ഏത് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയതെന്ന്? യൂണിറ്റി ഹോസ്പിറ്റൽ, മംഗലാപുരം. പിന്നെ അത് ചെയ്ത് അതുകൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വലുതായിട്ടുണ്ടായി. അവർ പിന്നെ അവസാന നിമിഷത്തിൽ പോൾ ജോർജ് ആയിരുന്നു ഞങ്ങളെ അല്ല ഡെപ്യൂട്ടി ഡയറക്ടർ. അങ്ങനെ പിന്നെ ഒരു വളരെ സ്മാർട്ടായ ഒരു ഓഫീസറാണ്. എന്ന് വെച്ചാൽ ഒന്നിനും വിട്ടുവീഴ്ച ചെയ്യാത്ത, ഒന്നിനോട് ചെയ്യാത്ത ഒരു കൈയാത്ത വളരെ ചെറുപ്പമാണ്. IRS പാസ്സായി കഴിഞ്ഞ് സെയിൽ ടാക്സിൽ ഓഫീസറായിട്ട് വന്നു. പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടറായി വന്ന ആളാണ്. അയാളുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നത്. പേര് മാറ്റത്തിന് കാരണമായത്. ധാരാളം ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അല്ല, അത് പേര് മാറാൻ കാരണമെന്ന് വെച്ചാൽ കൂൾലാൻഡ് ഞങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പുതിയ പേരിലേക്ക് വന്നു. പുതിയ പേരിലേക്കല്ല, അത് സ്റ്റോപ്പ് ചെയ്തു. ഹോട്ടൽ നിർത്തി. എന്നിട്ട് പുതിയ തുടങ്ങേണ്ടി വന്നു. MVK എന്നുള്ള പേര് വരാൻ കാരണം എന്താണ്? ഉപ്പാന്റെ പേര് ഉപ്പത്തേക്ക് ഫുൾ പേരെന്ന് പറഞ്ഞാട്ടെ, MVKയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാട്ടെ, മാണിക്കോത്ത് വലിയ പറമ്പത്ത് കുഞ്ഞിപ്പക്കി. മാണിക്കോത്ത് വലിയ പറമ്പത്ത് കുഞ്ഞിപ്പക്കി. ഒരു മിനിറ്റ് നൂറുദ്ദീൻ, ഉപ്പ കടന്നു വന്ന വഴികൾ പറഞ്ഞല്ലോ. 10 പൈസക്ക് പൊറോട്ട വിറ്റത്, 10 പൈസക്ക് ചായ വിറ്റത്, 1.5 രൂപയ്ക്ക് ബിരിയാണി വിറ്റത്. അക്കാലമെല്ലാം നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുണ്ടാവും. പുതിയ തലമുറയിൽപ്പെട്ട താങ്കൾ ഈ MVK റെസ്റ്റോറൻറ്റ് ഇന്ന് നടത്തുമ്പോൾ താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഉപ്പയൊക്കെ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞല്ലോ, സ്റ്റെറിലൈസ് ചെയ്ത പ്ലേറ്റ്, കൂളിംഗ് ഉള്ള കൂളാൻഡ്, അത് മാറി. ഇന്ന് MVKയുടെ ഔട്ട്ലെറ്റുകൾ കണ്ണൂരിൽ പല സ്ഥലത്തുമുണ്ട്. ഇന്നത്തെ ജനറേഷൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ടോ? അതിൻ്റെ ഒരു പൾസ് എന്താണ്? സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? എന്താണ്? ഇതിൻ്റെ പുതിയ എക്യുപ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹോട്ട് പ്ലേറ്റിന് തന്നെ ചൂടാക്കുന്നതിൻ്റെ പകരമുള്ള ഏറ്റവും ആധുനിക രീതിയിലുള്ള ചൂടാക്കുന്നതിൻ്റെ സമ്പ്രദായങ്ങൾ ഇപ്പോൾ ഉണ്ട്. പിന്നെ പല രീതിയിലുള്ള ഈ ഹൈജീൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നമുക്ക് മാറ്റങ്ങൾ ഞങ്ങൾ ഇത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പുറത്തുനിന്നുള്ള GCCയിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് വരുത്തിയിട്ടുണ്ട്. അടുത്ത ഒരു മനസ്സിലുള്ള ഒരു ഐഡിയ എന്താണ്? ഉപ്പക്കൊപ്പം നിന്നുകൊണ്ട് ഇപ്പം നിങ്ങളുടെ ഹൈവേയിലുണ്ട്, നിങ്ങൾക്ക് ടൗണിലുണ്ട്, നിങ്ങളുടെ ഔട്ട്ലെറ്റുകൾ, പുതിയൊരു കോൺസെപ്റ്റ് എന്താണ്? ഇത് തന്നെയാണോ ഇതിൽ നിന്നും ഭിന്നമായ ഒരു കാഴ്ചപ്പാട്? പുതിയൊരു കോൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ AKGൻ്റെ മുന്നിൽ ഒരു സ്ഥലമുണ്ട്, അതെടുത്തിട്ട് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക, കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് അതിൻ്റെ? അത് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻ്റ് ആണ്. അത് അതിൻ്റെ കൂടെ വേറൊരു
കൺസെപ്റ്റും കൊണ്ടുവരുന്നുണ്ട്. അതൊരു കോൺഫിഡൻഷ്യലാണ് അത് തുടങ്ങും വരെ. അതെങ്ങനെയാണ്? യൂറോപ്യൻ കൾച്ചർ, യൂറോപ്യൻ കൾച്ചറാണ്. അതെ. അപ്പൊ കണ്ണൂർ വളരുകയാണ് ലോകത്തിനൊപ്പം. ആ യൂറോപ്യൻ കൾച്ചറിലേക്കുള്ള ഭക്ഷണ സംസ്കാരവും നമ്മൾ കൊണ്ടുവരും. മെനു ഫ്രം ദി വേൾഡ് എന്നാ പറയുന്നത്. ലോകത്തിന്റെ രുചി കണ്ണൂരിൽ വിളമ്പാനുള്ള തയ്യാറെടുപ്പിലാണ്. ബ്രാൻഡ് ഇത് തന്നെയായിരിക്കും, MBK തന്നെയായിരിക്കും. യെസ്. അബ്ദുൽ ഖാദർ ചോദ്യം ചോദിച്ചോട്ടെ, ഈ ഇത്രയും കാലം ഈ രംഗത്തൊക്കെ അന്ന് കണ്ട മനുഷ്യർ, താങ്കളുടെ ആദ്യകാലങ്ങളിൽ കണ്ട ഭക്ഷണം കഴിച്ച് സൗഹൃദം പങ്കുവച്ച് സ്നേഹം പങ്കുവച്ച നിങ്ങളുടെ ഉപഭോക്താക്കൾ, ഇന്നത്തെ തലമുറയിലെ ഉപഭോക്താക്കളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് താങ്കൾ കാണുന്നത്? അവരിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. പണ്ട് കണക്ക് പുസ്തകത്തിൽ കണക്കെഴുതി പോയ ഡോക്ടർമാർ, MBBS വിദ്യാർത്ഥികൾ, രാഷ്ട്രീയ നേതാക്കൾ, അങ്ങനെ 500 കണക്ക് പുസ്തകങ്ങൾ സൂക്ഷിച്ച താങ്കൾ ഇന്ന് കണക്കില്ല, കടമില്ല. കടം വാങ്ങാൻ ആരെങ്കിലും വരലുണ്ടോ? ഇന്ന് വളരെ ആരുമില്ലല്ലോ, കടം പറയുന്നില്ല. അപ്പൊ ആ ഒരു തലമുറ ഇന്നത്തെ തലമുറയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് താങ്കൾ കാണുന്നത്? അന്ന് ഗവൺമെന്റ് ജീവനക്കാരാണ് അധികവും. ഇന്ന് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് ഗവൺമെന്റ് ജീവനക്കാർ വളരെ കുറവാണ്. അല്ല, കുറവെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ഭക്ഷണം ഡെയിലി കഴിക്കുന്ന ഭക്ഷണമല്ല, അതുകൊണ്ട് കടം പറയാനുള്ള വിഷമമുണ്ട്. ബിരിയാണി, നെയ്ച്ചോറ്, പൊറോട്ട എല്ലാ ദിവസവും കഴിക്കുന്നില്ല. ചോറ് മറ്റുള്ളതിലാണെങ്കിൽ കടത്തിലേക്ക് പോകും. പിന്നെ ഒരു പറ്റുപടിക്കാരനായിട്ട് ഉദ്യോഗസ്ഥന്മാരൊക്കെ മാറേണ്ടി വരും. ഇന്ന് അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. മനുഷ്യരുടെ പെരുമാറ്റമൊക്കെ ഇന്നത്തെ ജനങ്ങളും നല്ല പെരുമാറ്റമാണ്. യെസ്, പ്രേക്ഷകരെ, വളരെ രസകരമായ ഒരു എപ്പിസോഡാണ് കടന്നുപോയത്. കാരണം എന്താ വെച്ചാൽ മനുഷ്യൻ രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അബ്ദുൽ ഖാദർ. ഇപ്പോൾ കാലം മാറി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ഇരുന്നു കൊണ്ട് ലോകത്തെ മുഴുവൻ നമ്മുടെ കൈവെള്ളയിലേക്ക് കൊണ്ടുവരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നത്, ചെയ്യാൻ ആഗ്രഹിക്കുന്നത് യന്ത്രം നമുക്ക് ചെയ്തു തരുന്ന ഇന്നത്തെ കാലഘട്ടം. പഴയ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ ചെറുതല്ല നമുക്ക് നൽകുന്ന പാഠം. എന്തിനാണ് ഈ പാഠം സക്സസ് സ്റ്റോറി നിങ്ങളോട് പറയുന്നത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കണം. ഇങ്ങനെയൊക്കെ മനുഷ്യർ കഷ്ടപ്പെട്ടിരുന്ന, 18 മണിക്കൂർ ജോലി ചെയ്തിരുന്ന, 20 മണിക്കൂർ ജോലി ചെയ്തിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ജോലി സമയം നമ്മൾ അംഗീകരിക്കുന്നത് 8 മണിക്കൂറാണ്. 8, 16, 20 മണിക്കൂറാണ്. ഇരട്ടിയിലധികം സമയം ജോലി ചെയ്ത മനുഷ്യരാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അത്ര തീവ്രമായിരുന്നു ആ കാലഘട്ടത്തിലെ അനുഭവം. ഇന്ന് സൗകര്യങ്ങൾ കൂടി, പക്ഷേ ആ പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ കൊണ്ടു നടക്കാൻ നമ്മളിൽ പലരും ഇഷ്ടപ്പെടുന്നില്ല. ചരിത്രം തന്നെ വേണ്ട, ഒരു ചരിത്ര ബോധവും നമുക്ക് വേണ്ട. ചരിത്രം എല്ലാം മാറ്റി എഴുതാൻ ശ്രമം നടക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ പഴയ തലമുറയിലെ മനുഷ്യരെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്, അവരെ പഠിക്കുന്നത് നല്ലതാണ്, അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് നല്ലതാണ്. എന്തിനെന്ന് ചോദിച്ചാൽ നമ്മളെ ഓരോ മനുഷ്യനെയും വാർത്തെടുക്കുന്നത് അത് കരുത്തു നൽകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് അബ്ദുൽ ഖാദറിൻ്റെ ജീവിതം ഒരു പാഠപുസ്തകമായി ഞങ്ങൾ പ്രേക്ഷകർക്ക് സമർപ്പിക്കുകയാണ്. നിങ്ങൾ പഠിക്കുക, കേൾക്കുക, വായിക്കുക, മനസ്സിലാക്കുക. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സക്സസ് സ്റ്റോറിയുടെ വിലപ്പെട്ട സമയം സക്സസ് സ്റ്റോറിക്ക് വേണ്ടി ചിലവഴിച്ച അബ്ദുൽ ഖാദറിനും കുടുംബത്തിനും സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം.